ആമ്പലിൻ കുമ്പിളിൽ താരകൾ കർപ്പൂരച്ചാറുപകരുന്ന നീലരാവിൽ ആത്മഹർഷങ്ങൾ തന്നോരോദളത്തിലും ആദ്യത്തെ മഞ്ഞല പുൽകിടുമ്പോൾ നീയൊരു ഗാനമായി എത്തിയെന്നോർമ്മയിൽ നൃത്തതരംഗമുതിർത്തു നിൽക്കും. തങ്കച്ചിലങ്ക കിലുക്കി നീയൻ മുക്തസങ്കൽപ്പത്തിന്നറും ചില്ലതോറും. അമ്പിളി, അമ്പിളി, ഇതെവിടെ പോയി കിടക്കുന്നു ഈ പെണ്ണ്? ഈ അമ്മായി കൊണ്ട് തോറ്റു. പ്രാർത്ഥിക്കാനും സമ്മതിക്കില്ല. ദാ വരുന്നു. ഈശ്വര, വിഷ്ണുവേട്ടൻ ഇന്ന് തന്നെ വരണേ. എന്താ അമ്മായി, എന്തിനാ എന്നെ വിളിച്ചത്? നീ ഈ പായസത്തിന് മധുരം ഉണ്ടോ നോക്ക്. എനിക്കാണെങ്കിൽ മധുരം കഴിച്ചൂടാ. അവനാണെങ്കിൽ നല്ല മധുരം വേണോ താനും. മോനോടുള്ള സ്നേഹം മുഴുവൻ പായസത്തിൽ ചേർത്തിരിക്കുകയാണോ അമ്മായി? എന്തൊരു മധുരം. നീ പോടിയോടുന്ന്. അവന്റെ കത്തെവിടെ? അലമാരി നോക്കിയിട്ട് കാണാനില്ലല്ലോ. നീ എടുത്തോ. അമ്മായിയുടെ മോനയച്ച കത്ത് ഞാൻ എടുത്തില്ലേ? കത്തും കൈ പിടിച്ച ഒരാൾ വരാന്തയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. അതാരാ? അമ്മായിയുടെ ആര്യപുത്രനും എന്റെ അമ്മാവനുമായ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ സാക്ഷാൽ ശ്രീമാൻ കൃഷ്ണനുണ്ണി. അതാണ് കത്ത് ഞാൻ നോക്കിയപ്പോ കാണാതിരുന്നത്. അങ്ങേരിന്ന് ഞാൻ. അയ്യോ അമ്മായി, എന്റെ അമ്മാവനൊന്നും ചെയ്യല്ലേ, ആളൊരു പാവാ. ഇതെന്താ മാഷേ, നാളെ കത്ത് പരീക്ഷയുണ്ടോ? ദാ ചായ തണുത്തു. ആ കത്തി കൊടുത്താ. എന്തായി കാണിക്കുന്നേ? അത് കീറല്ലേ? ഞാൻ എന്റെ മോനയച്ച കത്തൊന്ന് നോക്കട്ടെ മാഷേ. അവൻ ആദ്യമായി എനിക്ക് അയച്ച കത്താണിത്. മറ്റുള്ളവർക്കുള്ള കത്ത് വായിക്കുന്നത് ശരിയല്ല എന്നറിയില്ലേ? ഓ, കത്തയച്ചത് മാഷിന്റെ പഴയ കാമുകിയൊന്നുമല്ലല്ലോ, എന്റെ മോനല്ലേ. ഇനി ഇതിന്റെ പേരിലൊരു വഴക്കുണ്ടാക്കണ്ട. കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഞാൻ തിരിച്ചു വരികയാണ്. ഇത്തവണത്തെ വിഷുവിന് ഞാൻ വീട്ടിലെത്തും. സ്വന്തം വിഷ്ണു. ഇതെന്താ അമ്മായി കരയാണോ? മകൻ വരുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കല്ലേ വേണ്ടത്? നിനക്കറിയില്ല എന്റെ സങ്കടം. 5 വർഷം മുമ്പ് നാട് വിട്ടതാണ് എന്റെ മോൻ. അതും ഈ അച്ഛൻ കാരണം. ചെയ്യാത്തൊരു തെറ്റിന് എന്റെ മോൻ അനുഭവിച്ച ശിക്ഷ. അതിപ്പോ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ. മക്കളെ ശിക്ഷിക്കുന്നത് അവർ നന്നാവാൻ വേണ്ടിട്ടല്ലേ. ഒരടി കൊള്ളുമ്പോ അവൻ നാട് വിട്ടു പോകുമെന്ന് ഞാൻ കരുതിയോ? ഒരടിയോ? പട്ടിയെ തല്ലുന്നത് പോലെയല്ലേ അവനെ തല്ലി ഓടിച്ചത്. അതൊന്നും ഇപ്പൊ തന്നെ ഓർമ്മിപ്പിക്കരുതേ. അവനേതായാലും തിരിച്ചു വരികയാണല്ലോ. അതെ, ഇനി അവനോട് മോഹം കറുപ്പിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. നല്ല സ്നേഹത്തോടെ പെരുമാറണം. ഞാനെന്താ സ്നേഹിക്കാൻ അറിയാത്തവനാണോ? സ്നേഹം മനസ്സിലുണ്ടായ പോരാ, അത് പ്രകടിപ്പിക്കണം. അതെങ്ങനെ? വീട്ടിലും ഹെഡ് മാസ്റ്റർ ആണെന്നല്ലേ വിചാരം? നല്ലൊരു ദിവസമായിട്ട് അമ്മാവനും അമ്മായും വഴക്കുണ്ടാക്കണ്ട. ഈ കത്ത് അമ്മാവൻ തന്നെ സൂക്ഷിച്ചോളൂ. ദീപം 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 ദീപം. അമ്മായി, ദേ വിഷ്ണുവേട്ടൻ.
ബോസ് പ്ലീസ്. അച്ഛനും അമ്മയോടൊപ്പം സമാധാനമായി ജീവിക്കാൻ എന്നെ അനുവദിക്കണം. അച്ഛാ, എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല, ഞാനൊന്ന് കിടക്കട്ടെ. എന്നാൽ ഞാനും ഒന്നും കഴിക്കണില്ല. ഇത് കൊള്ളാം. ഇവന് വേണ്ടി ഞാൻ എന്തെല്ലാം ഒരുക്കി. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, എന്തൊരു ഉറക്കായത്? വിഷ്ണുവേട്ടൻ എന്നെ മറന്നുല്ലേ? ഹേയ്, എന്താ അങ്ങനെ ചോദിച്ചത്? ഇത്രയും വർഷത്തിനിടയിൽ ഒരു കത്ത് പോലും വിഷ്ണുവേട്ടൻ എന്റെ പേർക്ക് അയച്ചില്ലല്ലോ. പ്രണയലേഖനം എഴുതാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ. എന്നാലും അമ്മായിക്ക് എഴുതാറുള്ള കത്തുകളിൽ അമ്പിളിക്ക് സുഖാണോ എന്നൊരു വരി ഞാൻ കൊതിച്ചിരുന്നു. വേണ്ട, അമ്പിളി അച്ഛനും അമ്മയും ഇല്ലാത്തവളല്ലേ, എന്നെക്കുറിച്ച് ആരന്വേഷിക്കാൻ? ഏയ്, വിഷമിക്കാതെ. നീയെങ്കിലും സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നിന്നോട് വിഷ്ണുവേട്ടന് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, സ്നേഹം കൂടുതൽ കൊണ്ടാ. നിന്നെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയല്ലോ ഞാൻ. വിഷ്ണു, ദാ ചായ. അമ്മായി, വിഷ്ണുവേട്ടന് ചായ ഞാൻ കൊടുത്തു. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആ വിഷ്ണു, നീ എണീറ്റ് കുളിച്ച് ഇവിളെയും കൂട്ടി അമ്പലത്തിൽ തൊഴുതുവാ. അമ്മയ്ക്ക് അറിയില്ലേ എനിക്ക് ഈ അമ്പലത്തിലും ദൈവത്തിലും ഒന്നും വിശ്വാസമില്ലെന്ന്? അങ്ങനെ പറയരുത് മോനെ. മോനു വേണ്ടി, മോന് അപകടമൊന്നും കൂടാതെ തിരിച്ചു വരാൻ വേണ്ടി എന്നും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചവളാണിവൾ. ഇവളുടെയും എന്റെയും പ്രാർത്ഥന ദൈവം കേട്ടു. മോൻ അമ്മ പറയുന്ന അനുസരിക്ക്. ചെല്ല്. നീ പോയി തൊഴുതിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. അത് പറ്റില്ല, വിഷ്ണുവേട്ടൻ കൂടി അകത്തേക്ക് വരണം. വിഷ്ണുവേട്ടന്റെ പേരിൽ അർച്ചന കഴിപ്പിക്കാനുണ്ട്. അർച്ചന കഴിപ്പിച്ചിട്ട് ഇനി ഫലമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ദൈവത്തിനും ഇനി എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. വിഷ്ണുവേട്ടാ, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? വിശ്വാസമില്ലെങ്കിൽ വേണ്ട, പക്ഷെ ഈശ്വരനെ നിന്ദിക്കരുത്. തീപിടിച്ച മനസ്സിൽ ഈശ്വരന്മാർക്ക് സ്ഥാനമില്ല. ഇത്രത്തോളം വന്നത് തന്നെ അമ്മ നിർബന്ധിച്ചിട്ടാ. നീ പോയിട്ടോ. ശരി, ഞാൻ തൊഴുതു മടങ്ങുന്നവരെ വിഷ്ണുവേട്ട ഇവിടെ തന്നെ കാത്തു നിൽക്കണം. ഇതാരും വിഷ്ണു എപ്പ നാട്ടിലെത്തി? ഇന്നലെ എത്തി മാഷേ. എന്താ അമ്പലത്തിനകത്ത് കയറാതെ ഇവിടെ നിൽക്കുന്നത്? ഹോ, എനിക്ക് ഈ കല്ലിനെ ഒന്നും തൊഴുത് ശീലമില്ല. കല്ലിനെ തൊഴണമെന്നില്ല, അമ്പലത്തിലെ കൃഷ്ണനെ തൊഴണമെന്നില്ല. എന്നാൽ വിഷ്ണുവിന്റെ വീട്ടിലുള്ള കൃഷ്ണനുണ്ണി മാഷിനെ തൊഴണം, പൂവിട്ട് പൂജിക്കണം. വിഷ്ണു വീട് വിട്ട് ഇറങ്ങിയതിനു ശേഷം ആ മനുഷ്യൻ അനുഭവിച്ച വേദന ഞാൻ നേരിട്ട് കണ്ടതാ. ഇങ്ങനൊരു മകൻ അച്ഛനെ ശിക്ഷിക്കരുത്. ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നതുകൊണ്ട് പറയുന്നതല്ല. സ്നേഹത്തിന്റെ കാര്യത്തിൽ ദൈവമാണ് മനുഷ്യൻ, ദൈവം. ഞാൻ എൻ്റെ അച്ഛനെ മനസ്സിലാക്കാൻ വളരെ വൈകിപ്പോയി മാഷേ. ആഹാ, ദേ അമ്പിളി വന്നല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇവളെ വേദനിപ്പിക്കരുത്. അച്ഛനും അമ്മയും ഇല്ലാത്തൊരു പാവം കുട്ടിയാണ് ഇവൾ. ഇവളുടെ കഴുത്തിലൊരു താലി കെട്ടിയിട്ട് താൻ ഇനി അമേരിക്കയിലേക്കോ ബോംബെയിലേക്കോ എവിടെ വേണേ പൊയ്ക്കോ. ആ, പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൃഷ്ണൻ മാഷിന് സുഖം തന്നെയല്ലേ? പിന്നെ കാണാം. ശരി. വേണ്ട,
വിഷ്ണുവേട്ടന്റെ പേരിൽ വിശാഖ നക്ഷത്രത്തിൽ കഴിപ്പിച്ച പുഷ്പാഞ്ജലിയാ. വിശാഖ നക്ഷത്രം? നീ ഇതൊക്കെ ഓർത്തിരിക്കുന്നു? ഞാൻ എന്റെ പിറന്നാൾ നക്ഷത്രമല്ലേ എന്നേ മറന്നു. വിഷ്ണുവേട്ടൻ പലതും മറന്നു. ആട്ടെ, മാഷിപ്പ പറഞ്ഞ കാര്യത്തെ പറ്റി എന്ത് പറയുന്നു? എന്ത് കാര്യം? എന്റെ കാര്യത്തിൽ താലി കെട്ടുന്ന കാര്യമേ ഈ അമ്പല നടയിൽ വെച്ച് എനിക്ക് ഉറപ്പ് തരണം. എന്താ കാര്യം? ഒന്നുമില്ല. എന്താ ഉണ്ട്? വിഷ്ണുവേട്ടന്റെ മുഖം കണ്ടാലറിയാം. എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ തുറന്നു പറയണം. വിഷ്ണുവേട്ടൻ എന്താ എന്നെ നിന്ന് ഒളിച്ചു വെക്കുന്നത്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല, എന്തോ ഉണ്ട്. പറ, എന്നോട് പറ. അല്ലെങ്കിൽ നിന്നോട് ഞാൻ എന്തിനു വിളിക്കണം? നിന്റെ കാത്തിരിപ്പിന് അറുതി വരുത്താനെങ്കിലും ഞാൻ സത്യം തുറന്നു പറയാം. ബോംബെയിലെ അധോലോകം എന്നെ വേട്ടയാടുകയാണ്. കോടികളുടെ ഒറ്റുകൊടുക്കലുകളിൽ നിരപരാധിയായ ബലിമൃഗം ഞാൻ. എന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. എന്റെ പ്രാണൻ എടുക്കാനുള്ള വെടിയുടെ ശബ്ദം ഇനി കേൾക്കാം. ഇല്ല, ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അമ്പിളി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇക്കാര്യം അച്ഛനും അമ്മയെ അറിയരുത്. എനിക്ക് അവരുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല. ഈ വിഷുവേളയിൽ അവരോടൊപ്പം കുറച്ച് ദിവസമെങ്കിലും സന്തോഷത്തോടെ കഴിയട്ടെ. എന്റെ വിഷ്ണുവേട്ടൻ ഞാൻ ഒരു അധോലോകത്തിനും വിട്ടുകൊടുക്കില്ല. പകരം എന്റെ പ്രാണൻ എടുത്തോട്ടെ അവര്. പാവം പെണ്ണ്, അധോലോകത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? ഞാൻ തല്ലിയതിന്റെ പാടുകൾ ഇപ്പോഴും ഉണ്ടോ? അതൊക്കെ എന്നെ മാഞ്ഞുപോയച്ചാ. എന്നാലും ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ തകിടം മറിഞ്ഞപ്പോൾ എനിക്കെൻ്റെ നിയന്ത്രണം വിട്ടുപോയി. സ്നേഹ കൂടുതൽ കൊണ്ടാണ് അങ്ങനെ ചെയ്തത്, നിന്നെ നേർവഴിക്ക് നയിക്കാൻ. ഞാനെന്നത് മനസ്സിലാക്കാതെ പോയി. ഇപ്പോ അച്ഛൻ്റെ വാക്കുകളുടെ വില ഞാൻ അറിയുന്നു. വളരെ വൈകിപ്പോയി. നിന്നെ പഠിപ്പിച്ച് ഒരു IAS കാരനാക്കണമെന്നായിരുന്നു എൻ്റെ മോഹം. അത് മനസ്സിലാക്കാതെ നീ അമ്പലപ്പറമ്പിൽ നാടകം കളിച്ചും മിമിക്രി കാട്ടി നടന്നപ്പോൾ എൻ്റെ കണക്കുകൂട്ടലുകൾ പഠിച്ചു. അവസാനം നാടകം കളിക്കാൻ വന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പോലീസുകാർ നിന്നെ തേടി എത്തിയപ്പോൾ എൻ്റെ നിയന്ത്രണം വിട്ടുപോയി. നിന്റെ കൂട്ടുകാരെല്ലാം ചേർന്ന് നിന്നെ ചതിക്കുകയായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. വിശ്വസിച്ചവരെല്ലാം എന്നെ ചതിച്ചു. ചതിയുടെ ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചതിക്കപ്പെടാൻ മാത്രം ഒരു ബലിജന്മമാണ് എൻ്റെത്. കഴിഞ്ഞതെല്ലാം മറക്കണം. ഇത് നിന്റെ പഴയ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയ അച്ഛനോട് വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ചുകൂടെ നിനക്ക്? ആരോടാണ് ക്ഷമ ചോദിക്കേണ്ടത്? ഞാനല്ലേ മാപ്പ് ചോദിക്കേണ്ടത്? മുടിയനായ പുത്രൻ ഞാനല്ലേ? എന്റെ അച്ഛൻ ഇതൊക്കെ പൊറുക്കണം. ഇതെന്താ അച്ഛനും മകനും കൂടി ഒരു കരച്ചിൽ മത്സരം? അച്ഛനെ അമ്മയെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കരയിപ്പിക്കുകയാണോ? മോളെ, ഇത് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. അമ്മാവന്റെ മുഖത്തൊരു സന്തോഷിച്ചിരി കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാ. ഈ സന്തോഷം എന്നും നിലനിർത്തണം വിഷ്ണുവേട്ടാ. പഴയ നമ്പറുകളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവളുടെ ഓരോ ഏഷണികൾ. ചെറിയ കുട്ടിയാണെന്ന വിചാരം. പോടി അവിടുന്ന്. മകൻ വന്നപ്പോ മരുമകൾ മറന്നു. മകനെ ഇന്നിവിടെ കണ്ടെന്ന് വരില്ല. ഇനി അവനെ വിട്ടെങ്കിലല്ലേ. അടുത്ത ഊഴം വിഷ്ണുവിൻ്റെതാണ്. ഭീകരമായ ഓപ്പറേഷനു വേണ്ടി വിഷ്ണു തയ്യാറെടുക്കുക. എന്താ, തയ്യാറല്ലേ? ശരി ബോസ്. അതിനു മുമ്പ് എനിക്കെൻ്റെ അച്ഛനും അമ്മയും ഒന്ന് കാണണം. ഇത്തവണത്തെ വിഷു അവരോടൊപ്പം ആഘോഷിക്കണം.
ഏത് നരകത്തിൽ പോയാലും ശരി, പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് വിഷ്ണു എത്തിയിരിക്കണം. ഇത് അച്ഛന് ഖദറിന്റെ ഷർട്ടാണ്. അച്ഛന്റെ പാകത്തിലുള്ള ഷർട്ട് കണ്ടുപിടിക്കാൻ ഞാൻ പെട്ട പാട്. ആ കടക്കാരൻ ചോദിക്കുക അച്ഛനെന്താ ഭീമസേനാണോന്ന്. നീ പോടാ, കളിയാക്കാതെ. എന്റെ ഈ ശരീരമാണ് എന്റെ സമ്പത്ത്. ശരീരമാകുന്ന സമ്പത്ത് പാവങ്ങൾക്കും കൂടി നൽകണേ. താടി അല്പം കുറയ്ക്കണം. പിന്നെ രാവിലെ കുറച്ച് നടക്കണം. പിന്നെ യോഗ ചെയ്യണം. ഒക്കെ ഓരോ യോഗം. യോഗയെങ്കിലും യോഗ. അച്ഛൻ മകനെ അനുസരിച്ചില്ല എന്ന് വേണ്ട. ശീർഷാസനത്തിൽ നിൽക്കാൻ മാത്രം പറയുന്നു. ഇത് അമ്മയ്ക്ക്, ഇത് അമ്പിളിക്ക്, ഇതെനിക്ക്. നിനക്ക് പടക്കം മാത്രമേ വാങ്ങിച്ചുള്ളൂ? അതെ, എനിക്ക് പടക്കം മാത്രം. നമുക്ക് ഈ വിഷു അടിച്ചു പൊളിക്കണം. ആ, പൊളിച്ചോ. ഇനി വിഷുക്കൈ നീട്ടാം. മിസ്റ്റർ വിഷ്ണു, നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ മരണവുമായി നിന്റെ വീടിനടുത്തുള്ള കാവിന്റെ അടുത്ത് കാത്തു നിൽക്കും. നീ വന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്റെ വീടിനകത്തേക്ക് വരേണ്ടി വരും. പിന്നെ നിന്റെ അച്ഛൻ, അമ്മ, നിന്റെ മുറപ്പെണ്ണ, പിന്നെ നീ, അങ്ങനെ 4 വെടിയുണ്ടകൾ ചെലവാക്കേണ്ടി വരും. ബാഗൊക്കെ എടുത്ത് നീ അങ്ങോട്ടാ പോണേ? അച്ഛാ, കമ്പനിയിൽ നിന്ന് MD-യുടെ ഫോൺ വന്നു. അത്യാവശ്യമായി ചെല്ലണമെന്ന്. ഏത് MD വിളിച്ച് പറഞ്ഞാലും ശരി, ഈ ദിവസം നീ പോകരുത്. വിഷുവിന്റെ സദ്യ ഉണ്ണാതെ പോകാൻ നിന്നെ ഞാൻ വിടില്ല. സദ്യയൊക്കെ പിന്നെ. വിഷുക്കൈനീട്ടം കിട്ടിയല്ലോ. അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹവും അതുമാത്രം മതി എനിക്ക്. ഇത്ര മനുഷ്യത്വമില്ലാത്തവനാണോ നിന്റെ MD? എന്നെ വിളിക്കുന്നത് സാധാരണ MD അല്ല, ഈ ലോകത്തിന്റെ തന്നെ പരമാധികാരിയാ. എനിക്ക് പോയേ പറ്റൂ. അല്ലെങ്കിൽ അയാൾ നിങ്ങളെയും വിളിക്കും. നീ എന്തൊക്കെയായി പറയുന്നേ?